Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? അതെ മിസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യുവാണ് കേട്ടോ. ആരെങ്കിലും പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. പേഴ്സണൽ പോളിസി, പേഴ്സണൽ പോളിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. Personal policies are the rules that control how to deal with the human resources or personnel related situation. Okay. അപ്പൊ പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞാല് ഒരു പ്രീ പ്ലാൻഡ് കോഴ്സ് ആണ്. ഓക്കെ, പേഴ്സണൽ പോളിസീസ് എന്ന് പറയുമ്പോൾ അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രവർത്തന രീതിയാണ്. ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ HRM-മായി ബന്ധപ്പെട്ടിട്ട് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രവർത്തന രീതിയാണ്. ഇത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് HRM-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തില് പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ, അവിടെ ഒരു HRM പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ HRM-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഒരു സ്ഥാപനത്തിലെ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രവർത്തന രീതിയാണ്. ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ HRM-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ രണ്ട് പോയിന്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫോളോവിംഗ് അഡ്വാൻറ്റേജസ് ആർ അച്ചീവ്ഡ് ബൈ സെറ്റിംഗ് ഓഫ് പേഴ്സണൽ പോളിസീസ്. പേഴ്സണൽ പോളിസീസിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. They help managers at different levels of decision making to take decisions without consulting their superiors. അതായത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മാനേജർമാർക്ക് തീരുമാനമെടുക്കാൻ വഴിയൊരുക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? അതായത് ചിലപ്പോ അവർക്ക് സുപ്പീരിയേഴ്സിനോട് കൺസൾട്ട് ചെയ്യാതെ, അതായത് അവരുടെ മേലധികാരികളുമായി കൺസൾട്ടേഷന് വഴിയൊരുക്കാതെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് തനിയെ തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരത്തിന് വഴിയൊരുക്കുന്നു. ഓക്കെ, അപ്പൊ പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മാനേജർമാർക്ക് എന്ത് ചെയ്യാം? തീരുമാനം എടുക്കാനുള്ള ഒരു വഴിയൊരുക്കുന്നു. That is first point. Then second point, they ensure long-term welfare of employees and makes for a good employer-employee relationship. A favoritism and discrimination are lessened. അതായത് ലോങ് ടൈം ആയിട്ടുള്ള ഒരു വെൽഫെയർ എൻഷുർ ചെയ്യുന്നു. ദീർഘകാലത്തേക്ക് ഒരു തൊഴിൽ ക്ഷേമം ഉറപ്പാക്കുന്നു.
ഓക്കെ, അത് എംപ്ലോയി ബന്ധത്തിന്, തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു ബന്ധം, നല്ല രീതിയിലുള്ള ബന്ധത്തിന് വഴിയൊരുക്കുകയും ഫേവറിറ്റിസവും ഡിസ്ക്രിമിനേഷനും അതിലൂടെ കുറയുകയും ചെയ്യുന്നു. അതായത് ആർക്കും ഫേവറബിൾ ആകാതെ അല്ലെങ്കിൽ ആരോടും ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്ത ഒരു രീതിയിലേക്ക് അത് വരുന്നു. അപ്പൊ അതാണ് 2 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, അതായത് ജോലി സുരക്ഷിതമാക്കുക. ഒരു സ്ഥാപനത്തിൽ പലവിധ ജോലികൾ ഉണ്ടാവും അല്ലെ, ആ ജോലി സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, ജോലി സുരക്ഷിതമാക്കുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ? ഫെയർ ആണോ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്? നോക്കിയേ. അല്ല, ഫെയർ ആണ് കേട്ടോ. FAIR, ഫെയർ. അതൊന്ന് തിരുത്തി എഴുതുക കേട്ടോ. ന്യായമായ ശമ്പളം കേട്ടോ. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായമായ ശമ്പളം തൊഴിലാളികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല തൊഴിലാളി അല്ലെങ്കിൽ സ്ഥാപന ബന്ധം, അതായത് എംപ്ലോയീസും അതുപോലെ തന്നെ ഓർഗനൈസേഷനുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ഉണ്ടാവുക. ദാറ്റ് ഈസ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നെക്സ്റ്റ് പോയിന്റ് ട്രെയിനിങ് ഓഫ് എവ്രി വൺ. എല്ലാ ജീവനക്കാർക്കും പരിശീലനം നൽകുക. ഓക്കെ, എല്ലാ ജീവനക്കാർക്കും, സ്ഥാപനത്തിൽ വരുന്ന എല്ലാ ജീവനക്കാർക്കും പരിശീലനം നൽകുക. ദെൻ ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എന്താണ്? അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ പരമാവധി ഉപയോഗിക്കുക. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് നമ്മളെ പരമാവധി യൂസ് ചെയ്യില്ലേ? നമ്മുടെ എല്ലാ തരത്തിലും നമ്മൾക്ക് ഇപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ അത് പരമാവധി അവർ ഉപയോഗപ്പെടുത്തും. നമുക്ക് ശാരീരിക ക്ഷമത അല്ലെ, നമുക്ക് കുറച്ച് ജോലി ചെയ്യാനൊക്കെ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അവരെന്ത് ചെയ്യും? പരമാവധി അവർ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ദെൻ റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആണ്. ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രെയിൻ എവ്രി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. അതായത് എല്ലാവരെയും ജോലി ചെയ്യുന്നതിന് വേണ്ടി പരിശീലിപ്പിക്കുക. ഓക്കെ, ജോലി ഒരു സ്ഥാപനത്തിൽ പല ജോലികൾ ഉണ്ടാവും അല്ലെ, ആ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തേത് പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. ശരിയായ വ്യക്തികളെ ശരിയായ സ്ഥാനത്തിരുത്തുക. ഓക്കെ, അതായത് ഓരോരുത്തർക്കും ക്വാളിഫിക്കേഷനിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെ. പല ആളുകളായിരിക്കും ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുക. ഉയർന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, താഴ്ന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. ശരിയായ വ്യക്തിയെ തെരഞ്ഞെടുത്ത് അവരെ ശരിയായ സ്ഥാനത്തിരുത്തുക. ഓക്കെ, തീരെ താഴ്ന്ന ഇതിലുള്ള ആളുകളെ പിടിച്ച് MD സ്ഥാനത്തൊന്നും നമുക്ക് ഇരുത്താനായിട്ട് പറ്റില്ല അല്ലെ. അതിന് യോഗ്യമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ വേണ്ടിവരും. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഇത് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്. അതായത് ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഒരുക്കി കൊടുക്കുക. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ പലവിധ ജോലികൾ ഉണ്ടാകും.
ചിലപ്പോ ഒരു ഓർഗനൈസേഷനിൽ എന്താണോ അവിടെ പ്രൊഡക്ഷൻ, എന്താണ് അവിടുത്തെ ജോലി, അതിനനുസരിച്ചിട്ടാണ് അതിന്റെ എക്യുപ്മെന്റുകൾ കൊടുക്കുക അല്ലെ. അപ്പൊ എക്യുപ്മെന്റുകൾ എന്താണോ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷനും അവർക്ക് ഒരുക്കി കൊടുക്കുക. നാലാമത്തെ പോയിന്റ്, make the organizational coordinate team through a proper coordinate and administration of various departments and division. ഇനി ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷൻസും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷൻസും തമ്മിൽ പരസ്പരം ഒരു കോർഡിനേഷൻ ഉണ്ടാവുക, എല്ലാവരും തമ്മിൽ എന്ത് ഉണ്ടാവുക, ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. Okay. Then fifth point, provide security with an opportunity, incentive, recognition. Okay, അതായത് സുരക്ഷ കൊടുക്കുക, അവിടെ വരുന്ന തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുക, അതുപോലെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, then അവർക്ക് ഇൻസെന്റീവ്, അതുപോലെ റെക്കഗ്നീഷൻ, അംഗീകാരം കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള എന്താണ് മോണിറ്ററി റിവാർഡുകൾ ഉണ്ട്, നോൺ മോണിറ്ററി റിവാർഡുകൾ ഉണ്ട്. അപ്പോ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ഒരു തൊഴിലാളി ആ സ്ഥാപനത്തിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് മടുപ്പ് അനുഭവപ്പെടും അല്ലെ. ഒരാളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് അതിനുള്ള ന്യായമായ ശമ്പളം കിട്ടുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ, അത് മോണിറ്ററി റിവാർഡാണ്. പക്ഷേ അതിനു പുറമെ അവർക്ക് അപ്രീസിയേഷൻ കൂടി കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനോട് കുറച്ചും കൂടി ഒരു നീതി പുലർത്താനായിട്ട് സാധിക്കും. അപ്പൊ എംപ്ലോയീസ് ആയതുകൊണ്ട് കൂലി മാത്രം കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, പകരം ഇത്തരത്തിലുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ റെക്കഗ്നീഷനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി, ഇൻസെന്റീവ് ഇങ്ങനെയുള്ള കാര്യങ്ങളോ കൂടി കൊടുത്തു കഴിഞ്ഞാലാണ് ആ തൊഴിലാളി ആ സ്ഥാപനത്തിൽ ദീർഘകാലം ലോങ് ടേം ആയിട്ട് ജോലി ചെയ്യുകയുള്ളൂ. ഓക്കെ, അത് മാനേജ്മെന്റിന്റെ മിടുക്കാണ് കേട്ടോ അങ്ങനെ ചെയ്യിക്കുന്നത്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലുക്ക് എഹെഡ്, പ്ലാൻ എഹെഡ് മോർ ഫോർ ആൻഡ് ബെറ്റർ തിങ്സ്. പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക, നല്ല പ്ലാനുകൾ തയ്യാറാക്കുക. ഓക്കെ, ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. An organizational structure explain how activities like task allocation, coordination, and supervision and directed towards the achievement of organizational aims. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഘടന എങ്ങനെയായിരിക്കണം, അതായത് ഒരു സ്ഥാപനത്തിലെ ജോലികൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം. ഒരു സ്ഥാപനത്തിലെ ഘടന അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ്? ആ സ്ഥാപനത്തിലെ ജോലികൾ, അതായത് വിവിധ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വിട്ടുപോയായിരുന്നു. ഓക്കെ സോറി കേട്ടോ, സോറി ഞാനത് വിട്ടുപോയായിരുന്നു. ഓക്കെ, പ്രിൻസിപ്പിൾസ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസീസ് ക്യാരക്ടറിസ്റ്റിക്സ്. പേഴ്സണൽ പോളിസീസിന്റെ ചില സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആൻഡ് ഏർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അത് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ എല്ലാ വ്യക്തികൾക്കും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ പോളിസി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം, എല്ലാ എംപ്ലോയീസിനും മനസ്സിലാക്കാനായിട്ട് പറ്റണം. Then it should be in written form. ഇതൊരു എഴുത്ത് രൂപേണയായിരിക്കണം. അതായത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് നമ്മൾ വാക്കാൽ പറയുന്ന ഒരു കാര്യമായിരിക്കരുത്. ഒരു ഓർഗനൈസേഷനിൽ റിട്ടൺ ഫോമില് എഴുതി വ്യക്തമായിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ചുമരില് ഇത് പതിപ്പിച്ചിട്ടുണ്ടാകണം. ഓക്കെ, എന്താണ് ഈ സ്ഥാപനത്തിന്റെ പോളിസി?
അതുകൊണ്ട് തന്നെ ഇത് റിട്ടൺ ഫോമിലായിരിക്കണം, വാക്കാൽ പറയുന്ന ഒന്നാവരുതെന്ന് പേഴ്സണൽ പോളിസി. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. അതുപോലെ തന്നെ ഇത് ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ആകാം, എന്നാലും ഒരു സ്ഥാപനത്തിലെ എല്ലാവർക്കും ചിലപ്പോ മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എല്ലാവർക്കും എന്തായാലും ലോക്കൽ ലാംഗ്വേജ്, അവരുടെ റീജിയണൽ ലാംഗ്വേജ് അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മളുടെ ഭാഷ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പൊ നമ്മള് ഈ ഒരു നാട്ടിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളത്തിലായിരിക്കും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സാധാരണക്കാർക്ക് പോലും, അതായത് ഏറ്റവും താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം എന്ത് പേഴ്സണൽ പോളിസി. അതുകൊണ്ട് തന്നെ ഇത് ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം. The next point, it should be generally known to all those who are interested. അതുപോലെ തന്നെ കൃത്യമായ അറിവ് ഇതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. ഈ പേഴ്സണൽ പോളിസിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എംപ്ലോയീസിന് അറിവുണ്ടായിരിക്കണം. Okay, the next point, it should be written in order to preserve it against loss. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഇതിനകത്ത് എഴുതിയിരിക്കേണ്ടത്. ഓക്കെ, തീർത്തും വ്യക്തതയോടുകൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളും ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ഥാപനത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും നഷ്ടങ്ങളോ കാര്യങ്ങളോ ഇതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും. Then next one, it must be reasonably stable but not rigid. അതായത് ഇത് സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കണം, ബട്ട് ഇറ്റ്സ് നോട്ട് റിജിഡ്. പക്ഷെ ഇതിനൊരു കാർക്കശ സ്വഭാവം ഉണ്ടായിരിക്കരുത്. ഓക്കെ, ഇത് സ്റ്റേബിൾ ആകണം, എന്നാൽ ഇതിനൊരു കാർക്കശ സ്വഭാവം, റിജിഡ് ആയിരിക്കരുത് എന്ന് കൂടി എന്ത് പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The next point, it should be the result of the careful analysis of all the available facts. നിലവിലുള്ള ഏതൊരു വ്യവസ്ഥയെ കുറിച്ചും അറിയാനായിട്ട് ഈ പേഴ്സണൽ പോളിസിയിലൂടെ സാധിക്കണം. അതായത് ഒരു സ്ഥാപനത്തിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പേഴ്സണൽ പോളിസി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്, നിലവിലുള്ള ഏതൊരു വ്യവസ്ഥയെ കുറിച്ച് അറിയാനായിട്ട് ഈ പേഴ്സണൽ പോളിസിയിലൂടെ സാധിക്കും. Then next, it should be uniform throughout the organization. ഇതൊരു ഏകീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നു. ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതില് ഒരു യൂണിഫോമിറ്റി, അതായത് ഏകീകൃതമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു പേഴ്സണൽ പോളിസി കൊണ്ട് നടപ്പിലാക്കപ്പെടുന്നു. Then last point, it must provide a two-way communication system between the management and the employees. ഈ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കാം. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷന് ഈ പേഴ്സണൽ പോളിസി സഹായിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, the next one, organizational structure ആണ് കേട്ടോ. An organizational structure explain how activities like task allocation, coordination and supervision are directed toward the achievement of organizational aims. അതായത് ഒരു സ്ഥാപനത്തില് ജോലികൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ കോർഡിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അവിടെ സൂപ്പർവിഷൻ എങ്ങനെ നടക്കുന്നു തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതിയാണെന്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥാപനത്തില് ആ സ്ഥാപനത്തിലെ ജോലികൾ ആർക്കൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെ ഡിവിഷനുകൾ തമ്മിലാണ് കോപ്പറേറ്റ് ചെയ്യുന്നത്, അവിടെ ആരൊക്കെയാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം ഉറപ്പാക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ജോലികൾ ചെയ്യുന്നു, ആരൊക്കെ തമ്മിലാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് സൂപ്പർവിഷൻ കൊടുക്കുന്ന ജോലികൾക്ക്, ഇങ്ങനെയുള്ള നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് ഓർഗനൈസേഷൻ
സ്ട്രക്ചർ. ഓക്കെ, ദെൻ അടുത്തത് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ ഒരു കാര്യം ഓർക്കാം, ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പാരാവാരം പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒന്നാണ്. അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഒരു ജോലിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് മെയിൻ ആയിട്ട് എടുത്തു പറയും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോണം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ജസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടിരിക്കുക കേട്ടോ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് നോട്ട് ചെയ്യാം, മലയാളത്തിലെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇത് ഭയങ്കര നമ്മുടെ ഈ ആദ്യത്തെ ഒരു 3, 4, 5 പേജ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് മനസ്സിലാക്കാനായിട്ട്. മനസ്സിലാവാത്ത ഭാഷയും അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സുകളും ഒരു കണക്ഷൻ ഇല്ലാത്തതുപോലെ ചിലപ്പോൾ തോന്നും. അപ്പോ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ പറയുമ്പോ പ്രധാനപ്പെട്ടത് പറഞ്ഞു തരുമ്പോ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കൺസെപ്റ്റുകൾ എന്ന് നോക്കാം നമുക്ക്. ഒന്നെന്ന് പറയുന്നത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, അതായത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയി ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് തരുന്ന ജോലി കംപ്ലീറ്റ് ആയി ചെയ്യുക. ഓക്കെ, അതിലൂടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, നമ്മൾക്കൊരു ജോലി തന്നു. ആ ജോലി നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ, സ്ഥാപനത്തിന്റെ ജോലി സമയം തീരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കുവാണെങ്കിൽ നമ്മുടെ ആ ജോലി കംപ്ലീറ്റ് ആവുകയും നമ്മുടെ മനസ്സിന് അല്ലെ ഒരു സംതൃപ്തി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓഫ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. It is the delivery by one individual to another the right to act, to take decision, to requisition resources, to give direction to others, to act and execute other tasks in order to fulfill job responsibilities. അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം പകർന്നു നൽകുക എന്നുള്ളതാണ്. പവേഴ്സ് കൈമാറുക. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ പവേഴ്സ് കൈമാറുന്നത്? അതായത് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനോട് എന്ത് ചെയ്യുന്നു? താൻ ചെയ്യേണ്ട ചില ജോലികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില അധികാരങ്ങള് കംപ്ലീറ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നു? ഹാൻഡ് ഓവർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോ ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ ഒരു സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്യുകയാണ്. എനിക്ക് ചില പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് എനിക്ക് ജോലി ചെയ്ത് തീർക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്റെ കീഴുദ്യോഗസ്ഥനോട് അല്ലെ എന്റെ അണ്ടറിൽ ജോലി എടുക്കുന്ന ഒരാളോട് ഞാൻ എന്ത് പറയും? എന്റെ ജോലി ഹാൻഡ് ഓവർ ചെയ്യും. ഞാൻ ചെയ്യേണ്ട ജോലികൾ എന്ത് ചെയ്തു കൊടുക്കുന്നു? അയാൾക്ക് പകർന്നു കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ആണ്. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു നമ്മൾ ജോലി എത്രയാണ് ഒരു മാനേജർമാർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് കീഴിൽ എത്ര പേര് ജോലി ചെയ്യുന്നു, അതിനെയാണ് ഈ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരാൾക്ക് കീഴിൽ എത്ര പേരാണ് ജോലി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മാനേജർക്ക് കീഴിൽ 10 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എണ്ണത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞതൊക്കെയാണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. അണ്ടർ സ്പെഷ്യലൈസേഷൻ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് റെഗുലർലി ആൻഡ് റിപ്പീറ്റീവ്ലി. From the personal point of view, specialization makes the learning of job routines easier and turns the
വർക്കർ ഇൻ ടു ആൻ എക്സ്പേർട്ട് ഇൻ ഹിസ് ജോബ്. എന്താണ്? അതായത് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് ഒരു ജോലിയിലുള്ള വൈദഗ്ധ്യമാണ്. അതായത് ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് സ്കില്ലുള്ള ജോലികളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ട ജോലികളായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ അവര് കുറച്ച് ജോലികളാണ് നമുക്ക് തന്നതെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ ആ കുറച്ച് ജോലികൾ എന്ത് ചെയ്യുന്നു? സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകുന്നു. ഓക്കെ, അപ്പോ കുറച്ചു ദിവസം നമ്മള് സ്ഥിരമായിട്ട് ഒരു ജോലി ചെയ്യുന്നത് വഴി നമ്മൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പൊ അത് ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾക്ക് ഏതിലാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കുക. അപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിലെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാല് ആ മേഖലയിൽ, ആ ഹോസ്പിറ്റലില് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതിനകത്താണ് കൂടുതൽ സ്കിൽ ഉള്ളത്, ആ ഒരു ജോലിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം ആ ജോലി നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും, അല്ലെ? നമുക്ക് അറിയാവുന്ന ഒരു പണിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എളുപ്പത്തിലും പെട്ടെന്നും ചെയ്ത് തീർക്കാനും അതിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവാനും സാധിക്കും. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. The last point is communication channel should be proper. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, പരസ്പരം ഒരു ആശയവിനിമയം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു സംഘടനയും ഏതൊരു തൊഴിലാളികളും മുന്നോട്ട് പോവുക. ആരും തമ്മിൽ പരസ്പരം മിണ്ടുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആ സ്ഥാപനം പ്രവർത്തിക്കുമോ? അന്യോന്യം കുശുമ്പും കുന്നായ്മയൊക്കെയാണ് പറയുന്നതെങ്കിൽ പ്രവർത്തിക്കുമോ സ്ഥാപനം? പ്രവർത്തിക്കോ? കമന്റ് ചെയ്തേ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇല്ല. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ഓക്കെ, ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് വായിക്കട്ടോ. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് 4th പോയിന്റ് വരെ ഒന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം ഒന്ന് റീഡ് ചെയ്യാം, അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും. വായിച്ചു കഴിഞ്ഞതിന് ശേഷം കമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. The most valuable asset of an organization is human resources and not the money or physical equipment. Human resources or manpower planning is the process with which a management determines how an organization should move from its current manpower position to its desired manpower position. Through planning, a management strives to have the rigid number and the right kinds of people at the right place at the right time to do things which result in both the organization and the individual receiving the maximum long range benefit. Okay, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വിലമതിക്കുന്ന സമ്പത്ത് പണവും അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളും അല്ല, അല്ലെ? പണവും അല്ല, അതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റുകളും അല്ല, മറിച്ച് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മനുഷ്യ വിഭവങ്ങളാണ്, അല്ലെ? അതിന്റെ പ്ലാനിങ് ആണ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ നിലവിലുള്ള ജീവനക്കാരുടെ അവസ്ഥയിൽ നിന്നും ആവശ്യമായ നിലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ എത്ര പേര് പ്രവർത്തിക്കുന്നു, ഇനി ഭാവിയിൽ അവിടെ എത്ര പേര് വേണം എന്നതിനെ കുറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലാനിങ്ങിലൂടെ ഒരു സ്ഥാപനത്തില് എത്ര പേര് വേണം എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ തുടങ്ങുകയാണ്, ഹോസ്പിറ്റലിൽ വർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര പേരാണ് അവിടെ സ്റ്റാഫ് ആയിട്ട് വേണ്ടത്, ഓക്കെ, അങ്ങനെ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ഈ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെ എത്ര പേര് വേണം, ഒരു 100 പേര് വേണം എന്നൊക്കെ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഇനി ആ 100 പേരില് ഏത് തരം കഴിവുകളുള്ളവരാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കും. ഓക്കെ, ഇപ്പൊ ചില കഴിവുകൾ ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റൽ ആവുമ്പോൾ ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ടാകാം, നഴ്സ് ഉണ്ടാകാം, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവാം, അവർക്കൊക്കെ സ്കില്ലുകൾ വേണ്ടേ, അപ്പോ അത് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ എവിടെയാണ് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടത്, അവരുടെ റോൾ എന്താണ്, അവരുടെ ആവശ്യകത എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ആവശ്യകത എന്താണ്, ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ശരിയായ സമയത്ത് ശരിയായ സ്ഥാനത്ത് ഹ്യൂമൻ റിസോഴ്സസിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് എത്ര പേര് വേണം, തിരഞ്ഞെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏതൊക്കെ കഴിവുകളാണ് വേണ്ടത്, ഇനി അവർ ചെയ്യുന്ന ജോലി എന്താണ്, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്നതാണിത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇതിലൂടെ മനുഷ്യ വിഭവശേഷിയെ പരമാവധി ഉപയോഗിക്കുകയാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അതും ലോങ് ടേം ആയിട്ട് കേട്ടോ, ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്ലാനിങ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, the next one, process of human resource planning. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. അത് പല സ്റ്റെപ്പുകളായിട്ടാണ്, പലതരം സ്റ്റെപ്പുകളായിട്ടാണ് ഇതിന്റെ പ്രോസസ് നടക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. ആദ്യം തന്നെ ഒരു സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പോളിസി തയ്യാറാക്കുമ്പോൾ അതിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, അല്ലെ? ആദ്യം തന്നെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്താണെന്ന് തീരുമാനിക്കണം. അപ്പോ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ദ മെയിൻ പർപ്പസ് ഈസ് വൺ ഓഫ് ദ മാച്ചിങ് ഓഫ് ഫിറ്റിംഗ് എംപ്ലോയീസ് എബിലിറ്റീസ് ടു എന്റർപ്രൈസ് റിക്വയർമെന്റ്സ് emphasizing on future instead of present arrangements. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം എന്താണ് ചെയ്യേണ്ടത്, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജീവനക്കാരുടെ കഴിവുകൾ, അതായത് തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ സ്കിൽസ് സ്ഥാപനത്തിന്റെ ആവശ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇപ്പോ ഒരു 100 പേരെ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടി തെരഞ്ഞെടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക ഒരു സ്ഥാപനം. ഈ 100 പേരും എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധമില്ലാത്ത പല മേഖലകളിൽ നിന്ന് വരുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പൊ ഹോസ്പിറ്റലിന്റെ ആവശ്യകതയോട് അവര് മാച്ച് ആവോ?
അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഈ 100 പേരെ കൊണ്ട് പറ്റുമോ? ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് ആ ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ? MBBS ബിരുദമില്ലാത്ത ഒരാളെ നമുക്ക് ഡോക്ടറാണെന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ബിരുദക്കാരെ അല്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡോക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അതിനെ ബാച്ച് ഡോക്ടർ എന്നാ പറയാ അല്ലെ? അപ്പൊ ഇത്തരത്തിൽ അതായത് ജീവനക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളെ എടുക്കുമ്പോൾ അവരുടെ കഴിവുകള് സ്ഥാപനത്തിന്റെ ആവശ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. The management must evaluate the structure of the organization at a given point in time. For this evaluation, the number and the type of employees required must be determined. അതായത് ഭാവിയിൽ ഫ്യൂച്ചറിൽ സ്ഥാപനത്തിന് എത്ര പേര് വേണം, അതിന് ഇപ്പോഴത്തെ സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സ് പോളിസി തയ്യാറാക്കുമ്പോൾ ഇപ്പോ ഒരു സ്ഥാപനത്തില് പെട്ടെന്ന് സ്റ്റാഫിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം. അപ്പോ ഒരു 3-4 സ്റ്റാഫുകൾ ഇപ്പൊ വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ചിലപ്പോൾ കൂട്ടമായിട്ടായിരിക്കും തൊഴിലാളികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് റിസൈൻ ചെയ്തു പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തില് എന്ത് ചെയ്തിരിക്കണം? ഇങ്ങനെ പോകുന്ന ഒരു കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അല്ലെ, എന്തായാലും 1 മാസം മുമ്പൊക്കെ റിസൈൻ ഇടും അല്ലെ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ഇവര് കാലേക്കുട്ടി പ്ലാൻ ചെയ്യണം. അല്ലാതെ അവർ പോകുന്നതിന്റെ തലേ ദിവസം 3-4 സ്റ്റാഫുകളാണ് റിസൈൻ ചെയ്ത് പോകുന്നതെങ്കിൽ ആ പോകുന്നതിന്റെ തലേ ദിവസം നമ്മൾ സ്റ്റാഫുകളെ അന്വേഷിച്ചിറങ്ങിയാൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ നേരത്തെ തന്നെ അതായത് ആ ഒരു സ്ഥാപനത്തിന് എത്ര പേര് വേണം, അതായത് നിലവിൽ എത്ര സ്റ്റാഫുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, നിലവിൽ അതിന്റെ ഘടന എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ നേരത്തെ തന്നെ 1 മാസം 2 മാസം 3 മാസം മുമ്പേ തന്നെ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് പ്ലാൻ ചെയ്താലാണ് നമുക്ക് തൊഴിലാളികളെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് to audit human resources. Once the future human resources needs are estimated, the next step is to decide the present supply of manpower resources. This is done through what is called the skills inventory. The skills inventory consists of data about each employee's skills, abilities, work preferences and other items of information indicating his overall value to the company. Okay. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. അതായത് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ ഫ്യൂച്ചറിൽ എത്ര പേര് വേണം എന്നതിന്റെ ശതമാനം കാണുക. അതായത് ഓവറോൾ എത്ര പേരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര പേരാണ് ഒരു സ്ഥാപനത്തിൽ വേണ്ടതെന്നുള്ള ഒരു പെർസെന്റേജ് കണ്ടുവെക്കുക എന്നുള്ളതാണ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു വേർഡ് വരുന്നുണ്ട്, സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ സ്കിൽസ് ഇൻവെന്ററി? സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഓരോ ജീവനക്കാരുടെയും കഴിവുകള്, അവരുടെ എക്സ്പീരിയൻസുകള്, അവരുടെ സ്കിൽസുകള് എന്നിവയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് എന്ത് പറയുന്നത്? സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്കിൽസ് ഇൻവെന്ററി ഉണ്ടാകും. അതിനകത്ത് എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണെന്ന് ആ ഒരു സ്കിൽസ് ഇൻവെന്ററിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ജോലി ചെയ്യാൻ കൂടുതൽ ഇഷ്ടം എന്താണെന്ന് അതിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് നിങ്ങളെ കുറിച്ചുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ആണ് എന്ത് പറയുന്നത്? സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. The next one, to
plan job requirements and job descriptions. After taking a decision on how many person would be needed, it is necessary to prepare a job analysis, recording details of training, skills, qualification, abilities, experience and the responsibilities, etc., which are needed for a job. Job analysis includes the preparation of job description and job specification. Okay, to plan job requirements and job description, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ജോലി ആവശ്യകതകൾ എന്താണ്, അതായത് ജോലി വിവരണം, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് എത്ര പേര് വേണം എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിനോട് അനുബന്ധിച്ച് തയ്യാറാക്കുന്ന ഒന്നാണ് എന്ത്, ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ജോബ് അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം? ജോബ് അനാലിസിസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രെയിനിങ്, അതായത് തൊഴിലാളികളുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തൊഴിലാളികളുടെ സ്കിൽസ്, എംപ്ലോയീസിന്റെ സ്കിൽസ്, എംപ്ലോയീസിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ എബിലിറ്റീസ്, കഴിവുകൾ എന്താണ്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണ്. അപ്പൊ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു എംപ്ലോയീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത്തരം വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് എന്ത്, ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജോബ് അനാലിസിസിൽ എന്താ പറയാ, ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച്, അതായത് ജോലിയുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ജോബ് അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു വ്യക്തി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും വിവരിച്ചിരിക്കുന്ന ഒന്നാണ് എന്ത്, ഈ ഒരു ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജോബ് അനാലിസിസിനെ കുറിച്ച്. നിങ്ങളൊന്ന് നോക്കിയേ. ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ആ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യൂ. ഫസ്റ്റ് ഞാൻ ഈ പറയുന്ന പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ.
Okay, നോക്കിക്കോളൂ കേട്ടോ. Job analysis. Job analysis is the process of determining and recording all the relevant information about a particular job, including the task involved, the knowledge and skills needed to perform the job, the responsibilities attached to the job and the abilities required to perform the job successfully. അപ്പൊ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് എല്ലാത്തരം ഇൻഫർമേഷൻ ആണ്. അതായത് ഒരു ജോലിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങള്, അതുപോലെ ആ ജോലിയിൽ എന്തൊക്കെ ടാസ്കുകൾ വരാം, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ട് എന്തൊക്കെ സ്കില്ലുകളും അറിവുകളും ആവശ്യമാണ്, പിന്നെ ജോലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് വിവരിച്ചിരിക്കുന്നതാണ് എന്ത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ജോബ് റിക്വയർമെന്റ് ആർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽ നീഡഡ് ഫോർ എ സർട്ടൈൻ പൊസിഷൻ. ജോബ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാല് ഒരു സർട്ടൈൻ പൊസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനെയും സ്കില്ലുകളും ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഈ ഒരു ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ അഥവാ JD. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. JD ചിലപ്പോ ഫുൾ ഫോം ചോദിക്കാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. Job description or JD is a written account that narrates the general task or other related duties and responsibilities of a position. അതായത് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ജനറൽ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് വിവരിച്ചിരിക്കുന്നതാണ് എന്ത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ. ഇത് റിട്ടൺ അക്കൗണ്ട് ആണ്, എഴുതപ്പെട്ടതാണ്. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോ ഞാൻ ഈ പറഞ്ഞതില് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നാണ് പറയുന്നത്. This step refers to the development and the implementation of the human resources plan, which consists of finding out the sources of labor supply in order to make an effective use of these resources. The first thing, therefore, is to decide on the policy. Should the personnel be hired from within through promotional channels, or should it be obtained from an outside source? The best policy followed by most organizations is to fill up higher vacancies by promotion and lower level position by recruitment from the labor market. Okay. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതാണ്, അല്ലെ? അല്ലെങ്കിൽ ആളുകളെ തെരഞ്ഞെടുക്കുന്നതാണ്. എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അതായത് ചിലപ്പോ അകത്തു നിന്ന് തന്നെയാകാം, അല്ലെങ്കിൽ പുറത്തുനിന്നാകാം. ഓക്കെ, അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഴ്സണലിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോ അത് അഡ്വർടൈസ്മെന്റ് വഴിയാകാം. നിങ്ങളിപ്പോ എന്താ പറയാ, നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ പല പരസ്യങ്ങള്, പല പത്രങ്ങള്, പല സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലെ? അതിലൂടെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഒരു ഹോസ്പിറ്റലില് ഒരു കുറെ അധികം വേക്കൻസീസ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പത്രത്തിൽ അത് പബ്ലിഷ് ചെയ്യും, അല്ലെ? ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അത് കിട്ടും. അങ്ങനെ പലതരത്തിലെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തില് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ചില സ്ഥാപനങ്ങളാണെങ്കിൽ, ഏറിയ ഭൂരിഭാഗം സ്ഥാപനങ്ങളും ഇങ്ങനെയാണ് ചെയ്യുക. ഈ ഒരു വഴിയിലാണ്, ഈ ഒരു മെത്തേഡിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇപ്പൊ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലെ ഹയർ പൊസിഷനിലേക്ക് ഒഴിവുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, താഴെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഹയർ പൊസിഷനുമായി ബന്ധപ്പെട്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പ്രൊമോഷനിലേക്ക് ആക്കാം. ഓക്കെ, അതായത് മുമ്പ് അവര് ഒരു ഹയർ പൊസിഷന്റെ അണ്ടറിലാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ ആ വ്യക്തികളെ പ്രൊമോഷനിലൂടെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരും. അതിലൂടെ അവിടുത്തെ വേക്കൻസീസ് നികത്തപ്പെടും.
ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി? ആ താഴ്ന്ന നിലയിലുള്ള ആ ഒരു വേക്കൻസിയിലേക്ക് മാത്രം ആളുകളെ സെലക്ട് ചെയ്താൽ മതി. അപ്പോ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയാണ് ആളുകളെ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി അതിലും തീർന്നില്ലെങ്കിൽ, അതിലും പറ്റിയില്ലെങ്കിൽ പുറത്തു നിന്ന് ആളുകളെ ഇറക്കും. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വഴിയോ അല്ലെങ്കിൽ ലേബർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഖേന പല പല എന്താ പറയാ സ്ഥാപനങ്ങളൊക്കെ വഴിയോ ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ ഇത്തരത്തിലാണ് ഈ ആളുകളെ സെലക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ്. ആളുകളെ സെലക്ട് ചെയ്യുന്നത് പല മാർഗങ്ങളാണ് ഒരു ഓർഗനൈസേഷൻ കണ്ടുപിടിക്കുന്നത്. അത് ചിലപ്പോ എക്സ്റ്റേണൽ സോഴ്സ് ആകാം, അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സ് ആകാം. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് സ്ഥാപനത്തിനുള്ളിലെ ആളുകളെ തന്നെ അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് നികത്തപ്പെടുന്ന ഒഴിവുകള് മറ്റുള്ളവർക്ക് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാ. നെക്സ്റ്റ് ക്ലാസ്സിലാണ്, നെക്സ്റ്റ് ക്ലാസ് അതിന് തുടർന്ന ക്ലാസ്സുകളിലൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.